ചാലീസ എന്ന് പറയുന്നത് വടക്കേന്ത്യയിലാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. നമുക്ക് ഹനുമാൻ ചാലീസ കുറെ പേർക്കെങ്കിലും അറിയാം, പക്ഷെ ശിവ ചാലീസയെ കുറിച്ച് കൂടുതൽ പേർക്കും അറിയത്തില്ല. ഇപ്പോൾ മഹാശിവരാത്രിയിലൊക്കെ ചൊല്ലേണ്ട അതാണ് ഈ ശിവ ചാലീസ. ഇത് ദിവസവും ചെല്ലുന്നത് നല്ലതാണ്, പക്ഷെ ദിവസവും ചെല്ലാൻ കഴിയാത്തവർ തിങ്കളാഴ്ച, പിന്നെ ത്രയോദശി, ശിവരാത്രി ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ചൊല്ലുന്നത് നല്ലതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയും ഈ ചാലീസ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാന്നിരിക്കട്ടെ, അവർക്ക് കടമൊക്കെ മാറാൻ ചാലീസ ചൊല്ലുന്നത് നല്ലതാണ്. ഇപ്പോൾ ധനമാണ് വേണ്ടതെങ്കിൽ 40 ദിവസം ഈ ചാലീസ ചൊല്ലുന്നത് കൊണ്ട് കടങ്ങൾ മാറി ധനം വരുമെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും ഭയം മാറാനും അതിന് 40 ദിവസമാണ് ചൊല്ലേണ്ടത്. ദിവസവും ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും പിന്നെ ദുഃഖം, വിരക്തിയൊക്കെ തോന്നത്തില്ലേ, അങ്ങനെയൊക്കെയുള്ളവർക്കും ഈ ചാലീസ ചൊല്ലുന്നത് കൊണ്ട് അതൊക്കെ മാറിപ്പോവും. പിന്നെ അകാരണമായിട്ട് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളും ചിന്തകളും ഒക്കെ ഇല്ലേ, എപ്പോഴും എങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയുള്ളവർക്ക്. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ട്, അതിനും ശിവചാലീസ വളരെയധികം ഗുണപ്രദമാണ്. പിന്നെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ അലട്ടലുകൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും, കടം മാറുന്നതിനും, പിന്നെ നമുക്ക് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിനും എല്ലാം ശിവൻ ചാലീസ നല്ലതാണ്. ശിവപ്രസാദം, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ശിവചാലീസ ചൊല്ലുന്നത്. ചാലീസ എന്ന് പറയുന്നത് 40 വാക്യങ്ങൾ ചേർന്ന ഒരു ഭക്തിഗാനമാണ്. അത് എല്ലാ ദൈവങ്ങൾക്കും ഉണ്ട് ചാലീസ. നമ്മൾ സാധാരണ ചെല്ലാറ് ശിവചാലീസയും ഹനുമാൻ ചാലീസയുമാണ്. ഈ ശനിദോഷമൊക്കെ മാറാനാണ് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത്. ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ പ്രൊട്ടക്ഷനും നമ്മുടെ മനസ്സിനൊരു ശാന്തിക്കും, നമുക്ക് ദൃഷ്ടിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും, പിന്നെ ഈ മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷങ്ങൾ അതൊക്കെ മാറാനും, പിന്നെ രാത്രി കിടന്ന് ഭയം കൊണ്ട് നിലവിളിക്കുന്നവരൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ മാറാനും ഈ ശിവചാലീസ നല്ലതാണ്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. എപ്പോഴും നമ്മൾ ഭഗവാനോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജാതകത്തിലുള്ളതും പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കാൻ സാധ്യതയുമുള്ള ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അതുപോലെ തന്നെയാണെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയും, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറാനും, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനും, വിവാഹ ജീവിതത്തിലെ ദോഷങ്ങൾ മാറാനും, പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചൊല്ലിയേച്ച് ഉറങ്ങുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുവാനും നല്ല സ്വപ്നങ്ങൾ കിട്ടുവാനും സഹായിക്കും. ഈ ശിവചാലീസ ഉള്ളത് ശിവപുരാണത്തിലാണ്. പണ്ട് മാർക്കണ്ഡേയ മുനി അദ്ദേഹത്തിന് ദോഷം മാറാനായിട്ട് ശിവനെ പ്രാർത്ഥിച്ചില്ലേ, അന്നേരം ചൊല്ലിയതാണത്രേ ഇത്. അതായത് മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ഫലം കൂടി നമുക്കിതുകൊണ്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ ചാലീസ ചൊല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പറയുന്ന കാര്യങ്ങളിലായിരിക്കണം. ഇപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ആ രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഇതിന് പൂർണ്ണമായിട്ടും ഫലം കിട്ടുക. ഏത് ചാലീസയായാലും ആ ഭഗവാനെ കുറിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കും അത് നൽകുക. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമുക്ക് ശിവചാലീസ ഒന്ന് നോക്കാം. അതിന്റെ വരികളും ചെറുതായിട്ട് ഒത്തിരി അർത്ഥം മനസ്സിലാകാത്തതിന്റെ അർത്ഥവുമാണേ പറയുന്നത്. ഇത് ഈണത്തിൽ ചൊല്ലുകയോ അല്ലെങ്കിൽ നമ്മൾ കേട്ടാലും മതി, കേട്ടാലും അതിന്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. നാട്ടിൽ എത്ര വേണമെങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട് ഇത് നല്ലതായിട്ട് പാടി വെച്ചത്, അതൊക്കെ കേട്ടാൽ മതിയേ. ജയ് ഗണേശ് ഗിരിജ സുവൻ മംഗലം മൂല സുജാൻ കഹത് അയോധ്യ ദാസ തും ദേവു അഭയ വരദാൻ. പാർവതിയുടെ പുത്രനായ ഗണേശനെ സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഭയങ്ങളെല്ലാം അകറ്റി തരണേന്ന് പറയുകയാണ് ചെയ്യുന്നത്. നീ പറഞ്ഞ് എളുപ്പം പറഞ്ഞു പോവുകയാണ്, കഠിനമായിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. വരികൾ മാത്രം ഒന്ന് പറയാം. പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹനുമാനപ്പൂപ്പനും ഗണേശ ഭഗവാനും പാർവതി ദേവിയും ഒക്കെ എങ്ങനെ വരണം, ആ ശിവ കുടുംബം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. ജയ ഗിരിജാവതി ദീനദയാല സദാകരത സന്താന പ്രതിപാല ബാലചന്ദ്രമ സ്വഗത നീക്കെ കാനന കുണ്ടല് നാഗഭണിക്കെ. പാർവതിദേവിയുടെ ഭർത്താവും കരുണയുള്ളവനുമായ ഭഗവാനെ നമ്മൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോഴേ ആ ചന്ദ്രക്കല മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരണം. പിന്നെ നാഗ ആഭരണങ്ങളും അംഗഗൗരിചിര ഗംഗബായേം മുണ്ടമാല തന ചാരലകായേം വസ്ത്രാകാല ബാഖംബര സോഹേം ചവിക്കോ ദേഖ നാഗമുനി മോഹേം. സുന്ദരവർണ്ണമുള്ള ശരീരം, തലയിൽ നിന്നും ഗംഗ പ്രവഹിക്കുന്നു, തലയൊട്ടി കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു, ഭസ്മം പൂശിയിരിക്കുന്നു, ശരീരത്ത് പുലിത്തോൾ ചുറ്റിയിരിക്കുന്നു. ഈ സൗന്ദര്യം കണ്ട് മുനിമാരെല്ലാം ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്.
മൈനമാതൃകി ഹവേ ദുലാരി വാമ അംഗ സ്വാഗത ചൈനാരി കര ത്രിശൂല സ്വാഗത ചൈഭാരി കരദസദ ശത്രുണ ക്ഷേകാരി. ഇടതുവശത്ത് പാർവതി ദേവിയുണ്ട്, കയ്യിൽ ത്രിശൂലമുണ്ട്, എപ്പോഴും ശത്രുക്കളെ സംഹരിക്കാനായിട്ട്. നന്ദി ഗണേശ സോഹേൻ തഹൻ കൈസേ സാഗരമധ്യ കമലഹം ജയ്സേ കാർത്തിക ശ്യാം ഓർഗൻ റാവു യാച്ചോ ഗോകയും ജാതന ഗാവോ. അങ്ങയുടെ കൂടെ നന്ദിയുണ്ട്, ഗണേശനുണ്ട്, കാർത്തികേയനുണ്ട്. ഒരു സമുദ്രമധ്യത്തിലെ ഒരു താമര പോലെ അവിടുന്ന് ശോഭിക്കുന്നു. ദേവൻ ജമുഖി ജായ പുകാര തവഹി ദുഃഖപ്രഭു ആപനിവാര കിയ ഉപദ്രവ താരക ഭാരി ദേവൻ സൗമിലി തുമു ജുരാരി. എപ്പോഴെല്ലാം ദേവന്മാർ ആപത്തിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അങ്ങ് സഹായിച്ചിട്ടുണ്ട്. താരകാസുരൻ അവരെ ശല്യപ്പെടുത്തിയപ്പോഴും അങ്ങ് സഹായിച്ചു. ദുരദഷടാരന ആപപടായോ ലവനിമേഷമഹാരികിരായോ ആപജലന്ധര സുരസംഹാര സുയേശ സംഹാര വിവിധ സംസാര. അങ്ങ് അതിന് കാർത്തികേയനെ നിയോഗിച്ചു, ജലന്ധരനെ സംഹരിച്ചു. അതോടെ അങ്ങയുടെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിച്ചു. त्रिपुरासुर सन युद्धमजाइन सभी कृपाकर लीन बजाइन किया तवहीम भागीरथ भारी पुरहि പ്രതിജ്ഞ താസു പുരാരി. ന്മാർക്ക് വേണ്ടി ത്രിപുരാസുരനോട് യുദ്ധം ചെയ്തു. ഭഗീരഥന്റെ കഠിന തപസ്സിന് ഫലമായിട്ട് വരം നൽകി. ദർഭചോട് ഗംഗ തബ് ആയേം സേവക് അസ്തുതി കരത് സദായും വേദനാം മഹിമ തവഗായി അഗതാനന്ദി ഭേദനഹി പായി. അപ്പോൾ ഗംഗ താഴോട്ട് വന്നു. അത് കണ്ട് ഭക്തരെല്ലാം അവിടുത്തെ പുകഴ്ത്തി പാടി. പ്രകൃതി ഉദിതി മന്ഥന്മേ ജ്വാല ജരേ സുരാസുര ഭയേ വികാല മഹാദേവ് തബ് കരീ സഹായി നീലകണ്ഠ തബ് നാമ കഹായി. കാലഴിമതിന സമയത്ത് വന്ന കാളകൂട വിഷം കുടിച്ച് അത് തൊണ്ടയിൽ അങ്ങനെ നീല കളറായതുകൊണ്ട് അങ്ങയെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നു. पूजन रामचंद्र जब गिन्हा जीत के लंका विभीषण दीन्हा सहस कमल में भोरहे धारी കീൻഹ പരീക്ഷ തഹയും പുരാരി. ശ്രീരാമൻ അവിടുത്തെ പൂജിച്ചു, ലങ്ക ജയിച്ചു, അത് വിഭീഷണന് നൽകി. അങ്ങയെ 1000 താമരപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നതിന് ഏക കമല പ്രഭു രാഘവൻ ജോയി കമല നയന പൂച്ചന ച സോയി ഖണ്ഡ ഭക്തി ദേഹി പ്രഭു ശങ്കര ഭയേ പ്രസന്ന ദിയോ ഇച്ഛിത വര. അങ്ങ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കുറച്ച് ഒരു താമരപ്പൂ മാറ്റിവെച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് അങ്ങയ്ക്ക് പൂവായിട്ട് അർപ്പിച്ചു. ആ ഭക്തി കണ്ട് സംപ്രീതനായ അങ്ങ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ജയ് 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 അനന്ത അവിനാശി കരത് കൃപ സബുഖേ ഖഡവാസി ദുഷ്ടസകലൻ നിന്ന് മോഹ സദാവേം പ്രമദ രഹേ മെഹി ചൈനന ആനേ. ജയിക്കുക മഹാദേവ, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ചിന്തകളിലെല്ലാം വരുന്ന ദുഷ്ട ചിന്തകളെല്ലാം മാറ്റിയിട്ട് ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റിത്തരണേ ഭഗവാനെ. त्राहि त्राहि में नाद पुकारो यही अवसर मोहि आन उबारो ले त्रिशूल शत्रुओं को मारो സങ്കട സേ മോഹി ആന ഉബാരോ. ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഞങ്ങളുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റണേ ഭഗവാനെ. മാതാപിതാ ഭ്രാതാ സഭോയും സങ്കടമേ ഭൂസ്ത നഹീം കോയും സ്വാമി ഏകഹേ ആസ്തുമാരി ആയി ഹരഹും അബ് സങ്കട ഭാരി. എനിക്കെല്ലാ ബന്ധുക്കളുമുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ആരും ഒന്നും ചോദിക്കുകയില്ല. ഭഗവാൻ മാത്രമേ ഉള്ള ഒരു ആശ്രയം. എല്ലാ ദുഃഖങ്ങളും അകറ്റി കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ധനനിർദ്ധൻ ഹോ ദേഹസഹായി ജോ കോയി ബാംബെ പോ ഫലപാഹിം സ്തുതിക്കേഹി വിധി കരേ തുമാരി ക്ഷമഹ നാഥ അപ ചൂഖ് ഹമാരി. ധനമില്ലാത്തവർക്ക് ധനം നൽകണേ ഭഗവാനെ. ദുഃഖങ്ങളുള്ളവർക്ക് അവരുടെ ദുഃഖങ്ങളെല്ലാം അകറ്റണേ ഭഗവാനെ. വേറെ ആരും ഞങ്ങൾക്കൊരാശ്രയമില്ല. ഞങ്ങൾക്ക് ആശ്രയിക്കാനായിട്ട് ശംഭുനാഥൻ മാത്രമേ ഉള്ളൂ. ശങ്കർ ഹോ സങ്കടകേ നാശൻ വിഘ്ന വിനാശൻ മംഗളകാരൻ യോഗിയതി മുനി ധ്യാന ലഗാവേ ശാരദ നാരദ ശീശ നമാമി. ഭഗവാനെ, അങ്ങ് ദുഃഖങ്ങൾ അകറ്റും, തടസ്സങ്ങൾ മാറ്റും. നാരദനും സരസ്വതി ദേവിയും എല്ലാം അങ്ങേ നമിക്കുന്നു. നമോ നമോ ജയ് നമ ശിവായ സുരബ്രഹ്മാദിക പാരണപായേ ജോയക പാട കരേ മനലായി താപര ഹോത്തകെ ശംഭു സഹായി. ദേവന്മാർക്ക് ബ്രഹ്മാവിന് പോലും അങ്ങയെ വിവരിക്കാൻ കഴിയുകയില്ല. അങ്ങയുടെ നാമം ഭക്തിയോട് ചെല്ലുന്നവർക്ക് ഒരു സംശയം വേണ്ട, അങ്ങയുടെ സഹായം കിട്ടും. നിയാൻ ജോക്കോയി ഹോ അധികാരി പാടഹരേ സോ പാവനഹാരി പുത്ര ഹോനകര ഇച്ഛാ ജോക്കോയി നിശ്ചയ ശിവപ്രസാദ തേഹി ഹോ. ഇത് വളരെ ഭക്തിയോടെ ചൊല്ലുന്നവർ ധനവാന്മാരാകും. പുത്രന്മാരെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രന്മാരെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കിട്ടും.
पंडित त्रयोदशी को लाए ध्यानपूर्वक होम कराए त्रयोदशी व्रत करे हमेश തന്നെ ഈ താകെ രഹേ കലേശ. ത്രയോദശി നാളിൽ പണ്ഡിതന്മാരെ വിളിച്ചു പൂജകളൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിന് ശാന്തിയും നല്ല ആരോഗ്യവും കിട്ടും. ധൂപദീപ നൈവേദ്യ ചടാവേ ശങ്കര സമ്മുഖ പാഠസുനാവേ ജന്മജന്മക്കെ പാവന സമയം അന്തതാവ ശിവപുരമേം പാലേ. തിരിയും വിളക്കും കത്തിച്ച് വച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ശിവലോകത്ത് ചെന്ന് താമസിക്കാം. നിത്യ പ്രദഹി കരഹു ചാലീസ് തുമ്മേരി മനക്കാമന പൂർണ്ണകരഹു ജഗദീഷ്. നിത്യവൃത്തികളെല്ലാം ചെയ്തു കഴിഞ്ഞേച്ച് ഈ ചാലീസ പഠിക്കുമ്പോൾ ഭഗവാനെ അങ്ങ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണേ, അനുഗ്രഹിക്കണേ ഭഗവാനെ. ശിവചാലിസ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഒരു 4 മണി 5 മണി സമയത്ത് ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലാം. അത് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചെല്ലാം. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെല്ലുകയാണെങ്കിൽ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. ശിവരാത്രി ദിവസം ഇത് ചെല്ലുന്നത് വളരെ ഗുണപ്രദമാണ്. എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ചാലീസയാണ് ശിവ ചാലീസ. ഓം നമഃ ശിവായ.